ഒരിക്കൽ അലക്ഷ്മി ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടെ ദ്വാരകയിലെത്തി. എന്നാൽ അവൾക്ക് ഒരു നിബന്ധനയുണ്ടായിരുന്നു. ആരെങ്കിലും ക്ഷണിക്കുകയോ വിളിക്കുകയോ ചെയ്യാതെ അവൾക്ക് ഒരിടത്തും പ്രവേശിക്കാൻ കഴിയുകയില്ല. തന്റെ ശക്തികൾ ഉപയോഗിച്ച് അലക്ഷ്മി ദ്വാരകയുടെ അന്തരീക്ഷം മാറ്റാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ ഈ മാറ്റം ദ്വാരകാ നിവാസികളെ ഭയപ്പെടുത്തി. അവർ പരസ്പരം നോക്കി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആശങ്കയിലായി. ഇത് കണ്ട ബലരാമൻ പുറത്തേക്ക് വന്നു. അലക്ഷ്മിയെ രാധാറാണിയുടെ രൂപത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അലക്ഷ്മിയെ കണ്ട എല്ലാവരും അവൾ രാധാറാണിയാണെന്ന് വിശ്വസിച്ചു. ബലരാമൻ അവളോട് ശാന്തയാകാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ കോപത്തിൽ ജ്വലിച്ച അലക്ഷ്മി ബലരാമനെ ബന്ദിയാക്കി. അവൾ അദ്ദേഹത്തോട് ഭീഷണിയോടെ പറഞ്ഞു, എന്റെ വഴിയിൽ നിന്ന് മാറുക. നിങ്ങൾക്ക് ഒരു നിമിഷം പോലും എന്റെ മുൻപിൽ നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തിയാണ് ഞാൻ. നിങ്ങൾ കൃഷ്ണന്റെ സഹോദരനാണെന്ന് എനിക്കറിയാം. പോയി എന്റെ സന്ദേശം അദ്ദേഹത്തിന് നൽകുക. അദ്ദേഹം ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകണം. അദ്ദേഹം വിസമ്മതിച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ ദ്വാരകാ നഗരി നശിപ്പിക്കും. ഇത് പറഞ്ഞ് അലക്ഷ്മി ബലരാമനെ മോചിപ്പിച്ചു. ബലരാമൻ വേഗത്തിൽ കൃഷ്ണനെ തേടി കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ രാധയെ എല്ലാവരും സംശയത്തോടെ നോക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ടു. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ രാധാറാണി വളരെ ദേഷ്യത്തിൽ അലക്ഷ്മിയുടെ മുൻപിലെത്തി. തുടർന്ന് രാധാറാണി അലക്ഷ്മിയോട് ഇപ്പോൾ തന്നെ ദ്വാരകയിൽ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അത് സാധ്യമല്ല എന്ന് അലക്ഷ്മിയും പറഞ്ഞു. അങ്ങനെ രാധാറാണി ഉഗ്രരൂപത്തിലേക്ക് മാറുകയും സ്വന്തം സഹോദരിയായ അലക്ഷ്മിയുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഉടൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും രണ്ടുപേരോടും ശാന്തരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം അലക്ഷ്മിയോട് നമ്മൾ ഉടൻ സന്ധിക്കുമെന്നും ഇപ്പോൾ ദ്വാരകയിൽ നിന്ന് പോകണമെന്നും പറഞ്ഞു. ഇത് കണ്ട് ഭയന്നു നിന്ന ദ്വാരകാ നിവാസികളോട് ശാന്തരാകാൻ ആവശ്യപ്പെടുകയും ഇപ്പോൾ നടന്നതിന് രാധയുമായി ഒരു ബന്ധവുമില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇത് കേട്ടുകൊണ്ട് നിന്ന രാധാറാണി ഉടൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ബലരാമനെ കുറിച്ച് മാറ്റി നിർത്തി കൃഷ്ണൻ മുൻപ് നടന്നതെല്ലാം പറഞ്ഞു. അലക്ഷ്മിക്ക് സ്വയം ദ്വാരകയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് നാം അവളെ ദ്വാരകയിലേക്ക് ക്ഷണിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നു. നാം അവളെ ക്ഷണിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ അത് ദ്വാരകയുടെ നാശത്തിന് കാരണമാകുമെന്നും. ഈ കഥ യഥാർത്ഥത്തിൽ പുരാണങ്ങളിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ ഉള്ളതല്ല, മറിച്ച് തലമുറകളായി വാമൊഴിയായി പറഞ്ഞു കൈമാറി വന്ന ഒരു കഥയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ രാധാകൃഷ്ണ എന്ന് പറയൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.